ഹായ് ഹലോ ദേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ഇത് അമ്മയുടെ ഒരു ചെറിയ പച്ചക്കറി തോട്ടാട്ടോ. ഇത് ചെറുതാണേ, കുറച്ചപ്പുറത്ത് കുറച്ചുകൂടി വലുതുണ്ട്. ഇവിടെ നമ്മൾ അധികം ചീരമുളക് അതൊക്കെയാണ് ഇതിൽ നട്ടിട്ടുള്ളത്. അത്യാവശ്യം 2 ലോക്ക്ഡൗൺ ആയാലും കഴിഞ്ഞു പോകാനുള്ള വകയൊക്കെ നമ്മുടെ വീട്ടിലും പറമ്പിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കുള്ള ചീര കുറച്ച് ഇവിടുന്ന് അരിയാന്ന് വിചാരിച്ചു. നല്ല നാടൻ പച്ചച്ചീര എല്ലാവർക്കും നല്ല ഇഷ്ടമല്ലേ? ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കുള്ള ചീരയുടെ ഒരു ഭാഗം നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. പിന്നെ ഇത് വഴുതനങ്ങ ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള വഴുതനങ്ങ പൊട്ടിച്ചു. ഇത് നമ്മൾ നട്ട ചീരയല്ല, അതൊരു താനെ മുളച്ച് വന്നതാണ്. പക്ഷെ നല്ല പുഷ്ടിയോടെ വന്ന കാരണം അതൊന്നും നമ്മൾ കുറച്ച് ചീര എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ അടുത്തൊരു വഴുതനങ്ങ മരം എന്ന ചെടി എന്ന് പറയുക. അപ്പോൾ അവിടെ നിന്നൊക്കെ അത്യാവശ്യം വഴുതനങ്ങയും ചീരയും കാന്താരിമുളകും കിട്ടിയിട്ടുണ്ട്. ഉച്ചയ്ക്കുള്ളതിനൊക്കെ ആയി. അപ്പോൾ എന്നും വഴുതനങ്ങ ഉപ്പേരി എല്ലാം ഉണ്ടാക്കുക വിചാരിച്ചപ്പോൾ പറഞ്ഞു നന്ന് വഴുതനങ്ങ നമുക്ക് ഫ്രൈ ചെയ്യാമെന്ന്. അപ്പോൾ അത് നമ്മൾ സാധാ മീൻ വറുക്കണ പോലെ തന്നെ എല്ലാ മസാലയൊക്കെ ഇട്ടിട്ട് ഇപ്രാവശ്യം വഴുതനങ്ങ ഫ്രൈ ആണ് ചെയ്തത്. പിന്നെ ഇത് നേരത്തെ പൊട്ടിച്ച ചീര കഞ്ഞിവെള്ളവും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നമ്മളങ്ങനെ വെക്കില്ല, സിമ്പിളായിട്ട് വെക്കുന്ന ഒരു ചീരക്കറി. സിമ്പിളാണ്, എന്നാൽ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമ്മൾ ചോറെടുത്തു. ഇന്നലത്തെ മീൻ കറിയാണ് ഈ ഒഴിക്കുന്നത്. ഇന്നലത്തെ മീൻ കറി ഇന്നേക്ക് കുറച്ചും കൂടി ടേസ്റ്റ് അല്ലേ? ചില കറിക്ക് അങ്ങനെയല്ലേ, മോരുകറി മീൻ കറിയൊക്കെ ഇന്നലത്തത് ഇന്നത്തേക്കും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാവില്ലേ? പിന്നെ നമ്മൾ ചീര വെച്ചു. പിന്നെ പപ്പടം പിന്നെ മസ്റ്റാണല്ലോ. പപ്പടം ഉണ്ടെങ്കിൽ എന്തായാലും പപ്പടം എടുക്കും. പിന്നെ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ അത്യാവശ്യം നല്ല മുരിഞ്ഞ പോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇന്നലത്തെ മീൻ വറുത്തതുണ്ടായിരുന്നു, മാന്തൾ വറുത്തത്, അത് ബാക്കി ഉണ്ടായതായിരുന്നു. അപ്പോൾ നമ്മൾ വഴുതനങ്ങ ചൂടാക്കിയിൽ അതും ഇട്ടൊന്നും ചൂടാക്കി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഉച്ചത്തേക്കുള്ളത്. മാന്തൾ വറുത്തത്, ചീര കറി, പപ്പടം, മീൻ കറി. പപ്പടം പൊട്ടിച്ചു, ഇതിലിട്ടു, അങ്ങനെ എല്ലാം കൂടി ഒരു പിടുത്തം കൂടി പിടിച്ചു. കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു ഉച്ചയ്ക്ക് ഊണ്? എന്തൊക്കെയായിരുന്നു സ്പെഷ്യൽ? അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഈ ചെറിയ ചാനൽ എല്ലാവരും ഒന്ന് എത്രയും പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.